ഹലോ, എല്ലാവർക്കും ജുബി സ്ഫ്യൂഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി രണ്ടാമത്തെ വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വൈന് ഒരു ഹെൽത്തി വൈനാണ്. കൊച്ചു കുട്ടികൾക്ക് 1 സ്പൂണെങ്കിലും കൊടുക്കണം, കാരണം ഇത് ഔഷധ ഗുണമുള്ള ഒരു വൈനാണ്. വെറും 7 ദിവസം കൊണ്ട് നല്ല അടിപൊളി ഹെൽത്തി വൈൻ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പിടികിട്ടി കാണുമല്ലേ ഏത് വൈനാണ് എന്ന്? അതെ, ജിഞ്ചർ വൈനാണ്. നമ്മളിവിടെ 500 ഗ്രാം ഇഞ്ചി വെച്ചാണ് ഉണ്ടാക്കുന്നത്. വൈൻ ഉണ്ടാക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ ആദ്യത്തെ വൈനിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി ആ വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഐ ബട്ടണിനോട് ഇട്ട് കൊടുക്കാം. 500 ഗ്രാം ഇഞ്ചിക്ക് 250 ഗ്രാം പഞ്ചസാരയും 400 ഗ്രാം ശർക്കരയും ചേർത്താണ് ഉണ്ടാക്കുന്നത്. ശർക്കര ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ വൈനിന് ഒരു ഗോൾഡൻ കളർ കിട്ടും. നമുക്ക് ഇതിന് 4 ലിറ്റർ വെള്ളമാണ് ആവശ്യം. അപ്പോൾ ഈ 4 ലിറ്റർ വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി അതേസമയം നമുക്ക് 500 ഗ്രാം ഇഞ്ചി നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് അതൊന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിഞ്ഞോ ചതച്ചോ എടുക്കാം. ഈ ഇഞ്ചി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 8 ഗ്രാമ്പു, 4-5 ഏലയ്ക്ക, ചെറിയ കഷ്ണം പറ്റ, ജാതിക്ക, 4 വറ്റൽമുളക്, 1/4 പീസ് ജാതിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ തൊലിയുടെ വെള്ളഭാഗം, പഞ്ചസാരയും ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ തിള വരുന്നവരെ നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇത് മൂടി വെച്ച് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് 2 വലിയ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ നീരുടെ അരി വീഴാതെ അത് അരിച്ച് ഒഴിക്കണം. ഇപ്പോൾ ഇവിടെ അരിച്ചാണ് ഒഴിക്കുന്നത്. ഇനി നല്ലതുപോലെ തിള വന്നതിന് ശേഷം കുറച്ച് വയ്ക്കാം. ഇങ്ങനെ കുറച്ച് വയ്ക്കുന്നത് കൊണ്ട് ഇഞ്ചിയുടെ സത്തൊക്കെ വെള്ളത്തിലിറങ്ങി നല്ലൊരു വൈനായിട്ട് മാറാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. ഒരു 15 മിനിറ്റ് തീ കുറച്ച് വെച്ച് നമുക്കിതിന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം തീ നമുക്ക് കെടുത്താവുന്നതാണ്. നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രം ഉണങ്ങിയ കുപ്പിയിലോ ഭരണിയിലോ ഇത് മാറ്റി ഒഴിച്ചു വയ്ക്കാം. ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കഴുകി ഉണക്കിയ ഗോതമ്പായിരിക്കണം. രണ്ട് ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ ഇളക്കി വെള്ള കോട്ടൻ്റെ തുണി വെച്ച് കെട്ടിക്കൊടുക്കാം. എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയം ഇളക്കി കൊടുക്കണം. രാവിലെ ആണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. 7 ദിവസം ഇതുപോലെ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം 8-ാം ദിവസം നമുക്ക് അത് ഇളക്കാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം. കുപ്പിയിലോ ഭരണിയിലോ ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത് നമുക്ക് കുടിക്കാൻ തയ്യാറായ വൈനാണ്. അപ്പോൾ ഇവിടെ ഇഞ്ചി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നും കൂടി അമർത്തണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. ഈ വൈൻ നല്ല ഹെൽത്തി വൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുണ്ടാക്കി വെച്ച് കുടിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ നേരം ഒരു സ്പൂൺ തേൻ ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റി വൈനാണ്, ഹെൽത്തി വൈനാണ്. പിന്നെ ഇനിയും കുറച്ച് ക്രിസ്മസിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, കാണുക. താങ്ക് യു.